ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. അങ്ങനെ ഒരാഴ്ചയുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മാരി മൈ ഹസ്ബൻഡിൻ്റെ എപ്പിസോഡ് 7 റിലീസായിരിക്കുന്നു. പ്രോമിസ് ചെയ്തതല്ലേ ഞാൻ അന്ന് തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമെന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ കഥ കേൾക്കാം. വീഡിയോസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലാസ്റ്റ് എപ്പിസോഡിൽ എന്താണ് കണ്ടത്? നമ്മുടെ യൂജിക്കും ജീവോണും മനസ്സിലായി ഇവർ രണ്ടുപേരും ഫ്യൂച്ചറിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിയടിച്ച് വന്ന ടീംസാണെന്ന്. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര അത്ഭുതത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താ പറയുക, ഇവരുടെ മൊത്തത്തിലുണ്ടായിരുന്നൊരു പാസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ജീവോൺ ഇങ്ങനെ മരിക്കുന്നതും അവർ കൊല്ലുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ പാക്മീൻ നമ്മുടെ ജങ്സുവിനെ കല്യാണം കഴിക്കണം നീ പറയണത്? അപ്പോൾ നമ്മുടെ ജീവൻ പറയും, അതെ, അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ പാക്മീനെ കല്യാണം കഴിക്കണം, പിന്നെ ക്യാൻസർ വരും, പിന്നെ അതുമാത്രമല്ല എൻ്റെ സ്വന്തം കൂട്ടുകാരിയുടെയും ഭർത്താവിൻ്റെയും കയ്യാൽ ഞാൻ കൊല്ലപ്പെടും. എന്നിട്ട് നമ്മുടെ ജീവൻ ചോദിക്കുന്നുണ്ട്, നിനക്കിതൊന്നും അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ യോജി പറയുന്നുണ്ട്, എനിക്ക് അധികം അറിയില്ല, കാരണം ഞാൻ അധികം മാറിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അറിയുള്ളൂ. എന്നിട്ട് അവൻ പറയും, ആ ഫ്യൂണറലിന് ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചറിൽ കാണിക്കുന്നുണ്ടല്ലോ, ഫ്യൂണറലിന് നമ്മുടെ ഷെഫ് വന്നിട്ട് അവൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇവനിങ്ങനെ പറയുമ്പോൾ ഇവൾ ചോദിക്കും, അതുകൊണ്ടാണല്ലേ അവൻ അന്ന് റിയൂണിയന് വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്തത്. അപ്പം നമ്മുടെ ജീവൻ ചോദിക്കുന്നുണ്ട്, നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, കാരണം ഞാൻ എൻ്റെ മരണച്ചടങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അവൾക്കത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു വിഷമം പോലെ ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവൾ പറയും, ശരിയാ, എൻ്റെ മരണച്ചടങ്ങല്ലേ. എന്നിട്ട് അവൾ എങ്ങനെ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു ചടങ്ങെന്ന് ചോദിക്കും. ചാർലി മൂവി ഓർമ്മയില്ലേ, നമ്മൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും ആരൊക്കെ കാണാൻ വരുന്നൊക്കെ ഒന്ന് അറിയാനുള്ളൊരു കൗതുകം. അപ്പം നമ്മുടെ യോജി പറയും, കുറേ ആളുകൾക്ക് ഒരുപാട് കുറ്റബോധം തോന്നിയെന്ന് പറയും. അപ്പം നമ്മുടെ പാവം ജീവന് പറയും, ഒരിക്കലും ഇല്ല, എനിക്കറിയാം, ആർക്കും ഒരു സങ്കടവും ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവൻ ചോദിക്കും, നമുക്കിത് വേറെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചാലോ? അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ യോജിയുടെ ഫ്ലാറ്റിലേക്ക് പോകും. അപ്പോൾ അവൾക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാനൊരു ചെറിയൊരു ഇതുണ്ട്, മടിയുണ്ട്. അപ്പം ഫ്ലാറ്റ് തുറന്ന് കയറി വരുമ്പോൾ ആരാണ്? നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവൾ ഓടി ചെന്നിട്ട് അതിൻ്റെ എടുക്കുമ്പോൾ ഇവനെന്ത് ചെയ്യും, അവനെ എടുത്തിട്ട് മാറ്റാൻ നിൽക്കുമ്പോൾ അവൾ പറയും, പേടിക്കണ്ടേ, എനിക്ക് കാറ്റുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ പറയും, അതിന് ഇവൻ ആളുകൾ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ പൂച്ചക്കുട്ടി നമ്മുടെ ജീവൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ യൂജി കിച്ചണിൽ ചെന്നിട്ട് ചോദിക്കും, നിനക്ക് ടീ ആണോ കോഫിയാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എന്താണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് ഇവളാണെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഇവനുണ്ടായ ആക്സിഡൻറ്റ് ഇങ്ങനെ ഓർക്കും. എന്നിട്ട് അവനൊരു ടീ കൊടുത്തിട്ട് അവളോട് ചോദിക്കും, ഇത് നമുക്ക് അവോയ്ഡ് ചെയ്തോടെ ഈ ഒരു സംഭവം? അപ്പോൾ അവൾ ചോദിക്കും, എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇപ്പോൾ സപ്പോസ് നീ ബ്രേക്കപ്പ് ചെയ്യുക പാക്മിനായിട്ട്, അല്ലെങ്കിൽ ജങ്സുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വിട്ട് കളയുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചറിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ജീവൻ പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചാണ്, പക്ഷേ പാക്മിൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ എന്നെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം അവൻ ചെയ്തുകൂടായില്ലല്ലോ. അപ്പം നമ്മുടെ യൂജി ചോദിക്കും, എങ്കിൽ നിനക്ക് ഓടിപ്പോക്കൂടെ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ജീവൻ പറയും, ആക്ച്വലി എനിക്ക് ഓടിപ്പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് ഒരുപാട് പേടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും, പക്ഷേ റിയലിസ്റ്റിക്കലി അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നിട്ട് അവൾ പറയും, അതിനൊക്കെ ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവൻ പറയും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താലോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, അതൊരു നല്ല കാര്യമാണ്, പക്ഷേ എത്രയൊക്കെ നമ്മൾ ഓടി മറിഞ്ഞാലും എല്ലാത്തിനും നമുക്ക് ഓടി ഒളിക്കാൻ പറ്റില്ല. എന്നിട്ട് അവൾ പറയും, എനിക്കിവിടെ പണ്ടൊരു മാർക്ക് ഉണ്ടായിരുന്നു കയ്യിൽ, ഒരു സ്കാർ പോലെ, അതൊരു ഹോട്ട് കോഫി വീണിട്ട് ഉണ്ടായ ഒരു മാർക്കാണ്. എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് പറയും, നിൻ്റെ കയ്യിലുള്ള ഈ മാർക്ക് ഉണ്ടല്ലോ, അത് എനിക്ക് പകരം നിൻ്റെ കൈ പൊള്ളിയതാണ്. എൻ്റെ മുറിവിൻ്റെ അതേ ഷേപ്പാണ് ഈ നിൻ്റെ കയ്യിലുള്ള മുറിവിന്. അപ്പം നമ്മുടെ യോജി ചോദിക്കും, അപ്പോൾ അന്ന് എൻ്റെ കൈ പൊള്ളിയിരുന്നെങ്കിൽ പകരം നിൻ്റെ കൈ പൊള്ളുമായിരുന്നോ? അപ്പോൾ അവൾ പറയും, അതെ, അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല ഈ പ്രശ്നങ്ങൾ, കാരണം സംഭവിക്കാനുള്ളത് സംഭവിക്കും. പക്ഷേ വേറൊരാൾക്ക് അത് കൊടുക്കുവാണെങ്കിൽ, എൻ്റെ ഈ വിധി കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ യോജി പറയും, അപ്പോൾ നീ പറയുന്നത് മുറിവിന് പകരം മുറിവ്, കല്യാണത്തിന് പകരം കല്യാണം, അപ്പോൾ പക്ഷെ മരണത്തിന് പകരമോ? അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് പറയും, എന്താണെങ്കിലും ഞാൻ ഓടിപ്പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് കാണാം അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ കുറേ ആലോചിക്കുന്നത്. ഇത് സീനിൽ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ മരണ ദിവസം. അപ്പോൾ അന്ന് നമ്മുടെ യൂജിൻ്റെയും ഇവളുടെ ഫോട്ടോയും ഇവളുടെ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള തിങ്സൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ഫ്യൂണറൽ കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഓരോ ഇതും അവിടെ കൊണ്ടുവച്ചിട്ട് അവനിങ്ങനെ കാറി കയറിയിട്ട് അവനിങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ കാറും ഇങ്ങനെ കുറേ ഇടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല. അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തിറങ്ങിയിട്ട് ഒരു ടാക്സിക്ക് കൈ കാണിക്കും.
അപ്പോൾ നമ്മുടെ ടാക്സി ഡ്രൈവർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഈ ഏരിയ ഒന്നും വരാത്തതാണ്, പക്ഷേ എന്തോ ഞാൻ നിർത്താൻ വിചാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിന് ഒരു തോന്നൽ തോന്നി ഈ വഴി പോവാന്ന്. ആ ഡ്രൈവർ ആരാണ്? നമ്മുടെ ജീവുൻ്റെ അച്ഛൻ. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്തോ ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള എന്തോ നഷ്ടപ്പെട്ട പോലെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അവൻ പറയും, എനിക്കത് പ്രഷ്യസ് ആണോ അല്ലേന്നോ അതുപോലും എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് ഇത് മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ അച്ഛൻ ചോദിക്കും, അതെന്താണെന്ന് ചോദിക്കും. എന്നിട്ട് അച്ഛൻ ചോദിക്കും, ഒരു ആണെന്ന് പറയുന്ന ധൈര്യം ഉണ്ടാവണം, നിൻ്റെ എല്ലാം ധൈര്യം എടുത്ത് കാണിച്ചിട്ട് അത് എത്രത്തോളം മുമ്പോട്ട് പോകണമെന്ന് നോക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ യുജി പറയുന്നുണ്ട്, ശരിയാ, ഞാൻ എൻ്റെ ഒരു വക ട്രൈ ചെയ്യണമായിരുന്നു, അതിന് ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ആക്ച്വലി എനിക്ക് കുറച്ച് ചാൻസുകൾ ഉണ്ടായിരുന്നതുമായിരുന്നു. അപ്പം അച്ഛൻ ചോദിക്കും, അപ്പം നീ എന്താ അത് മിസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെൻ്റെ ചാൻസുകളാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പറയും, ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫീലിങ്സ് റിയലൈസ് ചെയ്യുന്നത്, അത് മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവനൊന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും, അത് നീ വിഷമിക്കണ്ട, നീ ആ ചാൻസുകൾ എടുക്കാത്തതിന് എന്തെങ്കിലും നിൻ്റേതായ ഒരു കാരണം ഉണ്ടാവും, അതുകൊണ്ട് നീ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇനി ഭാവിയിൽ ഇതുപോലൊരു ചാൻസ് കിട്ടിയാൽ നീ അതിനെ സംരക്ഷിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ഇനി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനതെന്താണെങ്കിലും സ്വീകരിക്കുകയും ചെയ്യും, ഞാൻ അവളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യും. പിന്നെ പ്രസൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ തിരിച്ചു വന്നത്? അപ്പോൾ അവൻ പറയും, ആക്ച്വലി എനിക്കറിയില്ല, ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ 2013 അപ്പോൾ സീൻ കാണുന്നത് ഓഫീസാണ്. അവിടെ എല്ലാവരും ഇങ്ങനെ ഓഫീസിലേക്ക് പോകാനുള്ള ധൃതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു മീൽ കിറ്റ് പ്രപ്പോസലിൻ്റെ. അപ്പോൾ ആളുകളൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സീനിയർ മാനേജർ പെണ്ണുണ്ടല്ലോ, അവൾക്കൊരു കോൾ വരും. അപ്പോൾ അവളുടെ ഭർത്താവാണ്. അപ്പോൾ ഭർത്താവ് പറയും, നീ എനിക്കിന്ന് 7 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ നീ കുട്ടീനെ പിക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അവൾ ചോദിക്കും, ഇതൊക്കെ എന്ത് ലെയിം എക്സ്ക്യൂസസ് ആണ്, ആരാണ് 7 മണിക്ക് മീറ്റിംഗ് ഒക്കെ കൊണ്ടുവയ്ക്കാൻ പോകുന്നത്? അപ്പോൾ അയാളാണെങ്കിലോ വീട്ടിലിരുന്നിട്ട് ഫുൾ ഗെയിം കളിയാണ്. എന്നിട്ട് പറയും, നിനക്കെല്ലാം അറിയണ പോലെയാണ്, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. അപ്പോൾ കുട്ടി ഇരുന്ന് ഡാഡിന്ന് ഇങ്ങനെ വിളിക്കും. അപ്പം അവൾ ചോദിക്കും, ആ പെണ്ണ് ചോദിക്കും, അപ്പോൾ നീ കുട്ടീനെ ഡേ കെയറിലും കൂടി കൊണ്ടുപോയില്ലേ? അപ്പോൾ ഇയാൾ നീവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഫോൺ കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മാനേജർ പെണ്ണ് ഇങ്ങനെ പഴയ കാര്യങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ട്. നമ്മുടെ ജീവൂൺ അവളെ പ്രൊജക്റ്റിലേക്ക് വിളിക്കുന്നതും പിന്നെ ഈ ചൊറിയൻ മാനേജർ ഉണ്ടല്ലോ, അയാൾ ഇവളെ മോഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആ ടീമിലേക്ക് ആക്കുന്നതും. എന്നിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെയെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. അപ്പോൾ സൈഡിൽ കൂടെ ഒരു മനുഷ്യനുണ്ട്. അയാൾ ഇവളെ കണ്ടിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ കാണുന്നത് ഒരു പാസ്റ്റ് ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പോൾ ഇയാളും നമ്മുടെ മാനേജർ പെണ്ണും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ പറയും, പേഴ്സണലി എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഇഷ്ടമല്ല എന്ന് പറയും. അത് ആ സീൻ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കാണാൻ നമ്മുടെ സുന്ദരി പെണ്ണ് നമ്മുടെ യുജീനെ ഇങ്ങനെ വിളിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. അങ്ങനെ അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നിട്ട് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓഫീസിലേക്ക് വരുവാണ് കാണിക്കുന്നത്. പിന്നെ കാണാം ഓഫീസിൽ ഈ നേരത്തെ കണ്ട ഒരാളുണ്ടല്ലോ, അയാളിങ്ങനെ അയാളുടെ കുറേ ബിലോങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഒരു ഡെസ്കിൽ ചെന്നിട്ട് അയാളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത്. ഇവൻ ഓടി വന്നിട്ട് തുറന്നിട്ട് പിന്നെ കാണാം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ യുജി ചോദിക്കും, നിങ്ങൾ HR ട്രാൻസ്ഫർ വാങ്ങിയോ എന്ന് ചോദിക്കും. അയാൾ പറയും, ഞാൻ ഇപ്പോൾ സാലറി വാങ്ങുന്ന ഒരാളാണ്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യും. അപ്പോൾ അവൻ ചോദിക്കും, കമ്പനിക്ക് വേണ്ടിയിട്ടാണോ? അപ്പോൾ പറയും, കമ്പനിക്കും പിന്നെ ചെയർമാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാപ്പനുണ്ടല്ലോ, അപ്പാപ്പൻ ഇടയ്ക്ക് ഇവൻ്റെ ന്യൂസൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ പറയുന്ന ഒരാളുണ്ടല്ലോ, ആ മാനേജറാണ് ഇയാൾ. എന്നിട്ട് ഇയാൾ നമ്മുടെ ജീവുണ്ട് പ്രൊഫൈൽ എടുത്തിട്ട് ചോദിക്കും, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പെൺകുട്ടീനെ നീ ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം, നിനക്ക് ശരിക്കും മാച്ച് അല്ല ഈ പെൺകുട്ടി എന്നങ്ങനെ പറയും. എന്നിട്ട് ഇയാൾ പറയും, 7 കൊല്ലം മുമ്പത്തെ പ്രണയമാണല്ലോ, പിന്നെ ഞങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുക, ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുക, പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരുമിച്ച് കയറി പോവുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യുജിനെ മൊത്തത്തിൽ അവർ സ്പൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാൾ ചോദിക്കും, നീ അപ്പോൾ ഇവൾക്ക് ഈ പ്രൊജക്റ്റ് കൊടുക്കാൻ പോവാണോ? എന്നിട്ട് അയാൾ പറയും, അത് ഇന്നലത്തെ ഒരു രാത്രി കൊണ്ടെടുത്ത ഡിസിഷനാണോ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവന് നമ്മുടെ യുജിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്നിട്ട് പറയും, മിസ്റ്റർ യുജി, ഈ ഒരു കാര്യം HR എന്താണെങ്കിലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടർന്ന് വരെ നമ്മുടെ സീനിയർ മാനേജർ ഉണ്ടല്ലോ ആ പെണ്ണ്, മിസ് ക്യാൻ, അവൾക്ക് ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യാൻ കൊടുക്കും. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇന്നലെ രാത്രി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ കാണാൻ ഒരു മീറ്റിംഗ് റൂമാണ്. അപ്പോൾ നമ്മുടെ യുജി എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഈ മീൽ കിറ്റ് പ്രൊപ്പോസൽ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ടീം ലീഡർ ക്യാങ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ പെണ്ണ്, ബാക്കി എല്ലാവരും ഇവരെ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവോട് സങ്കടം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സുന്ദരി പെണ്ണ് ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്.
പിന്നെ കാണാം നമ്മുടെ ജീവൻ നമ്മുടെ യുജിയുടെ ഇങ്ങനെ പിന്നാലെ പോവാണ്. യുജി ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ യുജി പറയും പ്രൊജക്റ്റിനെ പറ്റിയുള്ളത് ക്യാങ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ജങ്സുവിനെയും പാക്മിനെയും ഒരു ടീമിലിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിരിക്കുമല്ലോ എന്ന് പറയും. പിന്നെ നമ്മുടെ ടീംമേറ്റ്സൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് ക്യാങ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പാക്മിൻ പറയുന്നുണ്ട് ഞാനാണ് ലക്കി, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ ഒരു പ്രൊജക്റ്റിൽ കയറി പറ്റുമെന്ന്. പിന്നെ കാണാം നമ്മുടെ പാക്മിനും ജങ്സും കൂടിയിട്ട് ഭയങ്കര ഇങ്ങനെ കൊഞ്ചൊക്കെ ഇങ്ങനെ കുഴഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് 2 ഇടി അടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്മീൻ പറയുന്നുണ്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, 2 കൊല്ലത്തിലൊരിക്കൽ നമ്മൾ പോണതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ നിനക്ക് ചിക്കനൊക്കെ ഗ്രിൽ ചെയ്ത് തരാം കേട്ടോ. പിന്നെ അവളാണ് ഇങ്ങനെ മയങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ കാണാം നമ്മുടെ യുജി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ച് ഫുഡ് കഴിക്കുകയാണ്. അവിടുത്തെ ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഷെഫാണ്. നമ്മുടെ യുജി അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഡൈനാമൈറ്റ് അറിയോ, സ്പ്രിംഗ് ഡേ അറിയോ? നമ്മുടെ BTSൻ്റെ സോങ്ങാണ്. അപ്പം എൻ്റെ BTS ഫാൻസ് ഇവിടെ കമോൺ ഒരു ലൈക്ക് അടിച്ചിട്ട് പോണേ. എന്നിട്ട് നമ്മുടെ യുജി ഇങ്ങനെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ യുജി പറയും നിങ്ങൾക്ക് ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റും സന്തോഷത്തോടു കൂടി എന്ന് പറയും. പിന്നെ കാണുന്നത് നമ്മുടെ യുജി അടിച്ച് ബോധം പോയി കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുന്ദരി പെണ്ണോടി ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ യുജിനെ ഇങ്ങനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷെഫിനെ കാണുമ്പോൾ അവളിങ്ങനെ റെസ്പെക്റ്റോട് കൂടി കാണിച്ചിട്ട് പറയും. അപ്പോൾ ഷെഫ് പറയും ഞാൻ കോൾ ബട്ടൺ അടിച്ചു, അപ്പോൾ പെട്ടെന്ന് നിൻ്റെ കോളാണ് വന്നതെന്നാണ്. അപ്പോൾ സുന്ദരി പറയും ശരിയാ, ഞാൻ ഇവനൊന്ന് കുറേ വിളിച്ചിട്ടുണ്ട്, ഇവനാണെങ്കിൽ എൻ്റെ ക്രേസി ബ്രദറും ബോസുമാണ്. ഇവൻ എന്ത് ചെയ്തെന്നറിയോ, എന്നെ ടീം ഇൻ്റെ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പുറത്താക്കി. പിന്നെ കളിച്ചിരിയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഷെഫിനെ മനസ്സിലാവും അന്ന് ഫോണിൽ കൂടെ സംസാരിച്ച് ഇവളാണ്. അപ്പോൾ ഇവൻ ചോദിക്കും നിങ്ങൾക്ക് ജീവൂൺ അറിയും നോക്കും. അപ്പോൾ അവളിങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ചോദിക്കും ഓ നിങ്ങളെല്ലാം അന്ന് ചീസ് കേക്ക് ഉണ്ടാക്കി തന്നത്. എന്നിട്ട് അവൾ പറയും ഓ സൂപ്പറായിരുന്നു. അപ്പം താങ്ക്സ് ഒക്കെ പറയുവേ. അടുത്ത സീനിൽ നമ്മുടെ ജീവൻ നമ്മുടെ യുജിനെ കുറേ കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ കോൾ പോകുന്നില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ യുജി ഇങ്ങനെ ഒരു ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു മെയ്ഡ് വന്നിട്ട് പറയും ഗ്രാൻഡ് പാ വിളിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ മുത്തശ്ശന് ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ ന്യൂസ് പേപ്പറിൽ യുറ എന്ന് പറഞ്ഞ പെണ്ണ് മിസ്സിംഗ് ഉണ്ടല്ലോ, ഫ്ലൈറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്, അയാളുടെ കേസ് ഭയങ്കര സീരിയസ് ആക്കി എടുത്തു, അങ്ങനെ ഒരു ന്യൂസാണ്. എന്നിട്ട് ഈ അപ്പൂപ്പൻ ചോദിക്കും നീ നമ്മുടെ മാനേജർ ഒരുപാട് വഴക്കുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ എങ്ങനെ പറയും നീ എന്താണെങ്കിലും യുറയുടെ കാര്യം നോക്കാൻ പറയും. അപ്പോൾ യുജി ചോദിക്കും നീ അപ്പൂപ്പന് യുറേനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കും. അപ്പം അപ്പോൾ പറയും അത് എനിക്ക് വേണം, നിൻ്റെ അവസ്ഥ നോക്ക്, രാത്രി കുടിച്ച് വരെ രാവിലെ എനിക്കിരുന്ന് കുടിക്കാം. പിന്നെ യുറയായിട്ടുള്ള മാരേജ് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് അത് എന്താണെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചോദിക്കും എന്നാണ് എനിക്ക് ജീവനെ കാണാൻ പറ്റാന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും ഒരിക്കലും പറ്റില്ല എന്ന് പറയും. എന്നിട്ട് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവനിങ്ങനെ ആക്സിഡൻറ്റ് അവനുണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇപ്രാവശ്യം അവളെ എന്താണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുമെന്ന്. എന്നിട്ട് അവൻ പറയും ഞാൻ എന്താണെങ്കിലും അവളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും, അത് ആ സന്തോഷം ഞാനല്ലെങ്കിലും കൂടി. ഇത് നമ്മുടെ ഷെഫിനെയാണ് കേട്ടോ. ഓഫീസിൽ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് റോയിൻറ്റൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമ്മുടെ പാക്മിൻ കൊടുത്തല്ലോ, നമ്മുടെ ജീവൂണ് സാധനങ്ങൾ വാങ്ങാനും വീട് വാങ്ങാനൊക്കെ വേണ്ടിയിട്ടെന്നൊക്കെ അവൻ അവകാശപ്പെടുന്ന ആ സ്റ്റോക്ക്. പക്ഷേ ആ സ്റ്റോക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് മേലിലെത്തി. സ്റ്റോക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ല വില കിട്ടിയാനേ. അപ്പോൾ ഈ സെയിം കാര്യം നമ്മുടെ പാക്മിൻ നമ്മുടെ ജീവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവൻ ഓടിച്ചെന്ന് അവൻ്റെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ നോക്കും ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട്. അപ്പോൾ പെട്ടെന്ന് പാക്മിൻ വിളിക്കുമ്പോൾ അവൾ പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ ജങ്സു കള്ളി ഇങ്ങനെ ബാക്കി വന്നിട്ട് ഇവൾ എന്തിട്ടാണ് നോക്കുന്നത് ചോദിച്ചിട്ട് ഇവളുടെ ഡെസ്ക്ടോപ്പ് നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവാൻ നമ്മുടെ ജീവോൺ ഈ സ്റ്റോക്ക് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ അവളത് കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ജങ്സ് പറയുന്നുണ്ട് ഓ പാക്മിനോട് പറയാണ്ട് ഇവളിങ്ങനെ ഇതൊക്കെ ഒപ്പിക്കുന്നുണ്ടല്ലേ ഈ പണിയൊക്കെ. പിന്നെ കാണാം നമ്മുടെ പാക്മിനും ജീവനും സംസാരിക്കുകയാണ്. അപ്പോൾ പാക്മിൻ പറയുന്നുണ്ട് അന്ന് ഞാൻ ജങ്സുമായിട്ട് പോയ റെസ്റ്റോറൻ്റ് ഇല്ലേ അവിടേക്ക് എനിക്ക് ഇന്ന് കൊണ്ടുപോകണം, ഞാൻ അന്ന് സ്റ്റോക്കിൽ നിന്ന് വിട്ട പൈസ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇവളുടെ അടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ തൊടുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളായിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് സുമിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം, അപ്പോൾ ഇപ്പോൾ കുറച്ച് പൈസ ഒക്കെ പൊട്ടിച്ച് ഇവളുടെ മനസ്സ് കീഴടക്കാം. അപ്പോൾ നമ്മുടെ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഞാനെന്ത് മണ്ടിയാണ്, ഞാൻ ആ പൈസ എടുത്തിട്ട് ഇൻഷുറൻസിലിട്ടു, ഇനിയിപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ എനിക്ക് പകുതി പൈസ പോലും കിട്ടില്ല, പക്ഷേ ഇത് 10 കൊല്ലത്തിനുള്ളിൽ 10 ഇരട്ടിയാവും. എന്നിട്ട് അവനെന്തെയും ഇവളങ്ങനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പക്ഷേ പൈസയ്ക്ക് വേണ്ടി TKUവിൻ്റെ സ്റ്റോക്കും കൂടി വിൽക്കേണ്ടി വരും, പക്ഷെ അതെന്താണെങ്കിലും സ്റ്റോക്ക് കൂടാൻ പോണു, അപ്പോൾ ഇത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ നഷ്ടം തന്നെയാണ് സംഭവിക്കുക. അപ്പം നമ്മുടെ ജീവൻ പറയും ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർ ആവുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, നീ എനിക്ക് വേണ്ടി റോയിൻറ്റലിൻ്റെ സ്റ്റോക്ക് ഇതാക്കിയല്ലേ. എന്നിട്ട് പറയും നമുക്ക് പാർട്ടിക്കോ റെസ്റ്റോറൻറ്റിലൊന്നും പോകണ്ട, നമുക്കിന്ന് വീക്കെൻഡിൽ നമുക്ക് സുമിനെ കൂട്ടിയിട്ടൊരു സ്ഥലത്തേക്ക് പോകാം. ഇവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ കാണാം പാർക്കിലിരുന്ന് നമ്മുടെ പാക്മിനും ജങ്സും ഇരുന്ന് വൻ പഞ്ചാരടി.
അടുത്ത സീനിൽ നമ്മുടെ ജീവൂൺ, ജങ്സു, പാക്മിൻ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ജീവൂൺ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം ഞങ്ങൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആണ്, റിലേഷൻഷിപ്പ് ഭയങ്കര അടിപൊളിയാണല്ലേ. അപ്പോൾ ജങ്സു പറയും നമ്മളൊരു ഫാമിലി അല്ലേ. എന്നിട്ട് ജങ്സു പറയും നമുക്ക് 3 പേർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പോൾ ആ കുരങ്ങൻ പാക്മിൻ പറയണേ, ഓഫ് അപ്പോൾ എനിക്ക് നല്ലപോലെ പണിയെടുക്കേണ്ടി വരില്ലേ നിങ്ങൾ 2 പ്രിൻസസിനെ സന്തോഷമാക്കി വെക്കാൻ. അങ്ങനെ പെട്ടെന്ന് പാക്മിൻ നമ്മുടെ ജീവൻ അങ്ങനെ തൊടാൻ വരുമ്പോൾ അവൾ ഞെട്ടി എന്നിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും ഒരു പാറ്റ അവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമ്മുടെ ജങ്സൂനെ ഇങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യും ആ തേനീച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ പണ്ട് പാസ്റ്റിലും ഇതുപോലെ തന്നെ പാക്മിൻ ജീവനോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവൻ ഇങ്ങനെ പറയും നീ ഭയങ്കര മിടുക്കനാണല്ലേ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും ചെറിയൊരു ചമ്മലൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 പേരും ഇങ്ങനെ സൈക്കിൾ ഓടിക്കണം കാണുമ്പോൾ ഇവൾ വീണ്ടും പാസ്റ്റ് ഇങ്ങനെ ആലോചിക്കും, ജീവനും കൂടി പാർക്കിൽ കൂടെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് കോള് വരുന്ന പോലെ കാണിച്ചിട്ട് അവൾ മുങ്ങും അവിടുന്ന്. അപ്പോൾ ബാക്കി ആരാണ് ഇവർ 2 പേരും പറഞ്ഞാൽ നമ്മുടെ ജീവോണ് ഷെഫിൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാം ഷെഫ് നമ്മുടെ ഒരു കയ്യിൽ ഫുൾ ബൊക്കെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതൊക്കെ ആര് കാണുന്നുണ്ട്, നമ്മുടെ യൂജി കാണുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും ഞാനിവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം നീ ഇടയ്ക്കൊക്കെ വരണമെന്ന് പറയും. പിന്നെ കാണാം നമ്മുടെ ജീവൻ പെട്ടെന്ന് നമ്മുടെ യൂജിയുടെ അടുത്ത് വന്നിട്ട് പറയും എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്ന് പറയും. അപ്പോൾ അവൻ പറയും എനിക്കും പറയണമെന്ന് പറയും എനിക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഞങ്ങൾക്ക് 2 ഒരു പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പാർട്ട്ണറിൻ്റെ മോളാണ് ഈ യൂറ എന്ന് പറഞ്ഞ പെൺകുട്ടി. പിന്നെ അവൻ പറയും നമ്മുടെ ഈ ഒരു പുതിയ മാനേജർ, HR മാനേജർ, അയാൾക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് അയാൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ പ്രൊജക്റ്റിൻ്റെ ലീഡറാക്കാൻ പറ്റാതിരുന്നത്. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തു തരുമെന്ന് പറയും. പിന്നത്തെ സീനിൽ കാണാൻ നമ്മുടെ യൂജി നമ്മുടെ ഷെഫിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഫ് ഇങ്ങനെ ചോദിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ കാണണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇവനിങ്ങനെ പറയും എനിക്ക് ഉറപ്പ് വരുത്തണം നിന്നെ വിശ്വസിക്കാൻ കൊള്ളോ അല്ലെങ്കിൽ നീ ഒരു പ്ലേ ബോയ് ടൈപ്പാണോ. അടുത്ത സീനിൽ കാണാം ഓഫീസാണ്. അപ്പോൾ നമ്മുടെ യൂജി ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മുടെ ജീവൻ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ജങ്സും പാക്മിനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ട്രിപ്പിന് പോകാൻ. അപ്പോൾ നമ്മളുടെ മിസ് കാങ് ഉണ്ടല്ലോ ആൾ പറയും സുന്ദരി പെണ്ണിനോട് നീ ഈ വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഡീൽ ചെയ്യാൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ക്യാമ്പിംഗ് സൈറ്റാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ജങ്സും അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒന്നും ഇങ്ങനത്തെ ടെൻറ്റിലൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണാണെങ്കിൽ തുള്ളിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജങ്സും ഇങ്ങനെ പറയും ഓഫ് നമ്മുടെ സുന്ദരി പെണ്ണാണിത് ലീഡ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഏറ്റവും പേടിയുള്ള കാര്യം. അപ്പോൾ മിസ് കാങ് പറയും അവൾ ഓൾറെഡി ടീമിൽ നിന്ന് ഔട്ടല്ലേ, അപ്പോൾ ആ ഒരു സങ്കടം അവൾ മാറിക്കോട്ടെ. അപ്പോൾ പാക്മിയും പറയുന്നുണ്ട് നീ ജീവനോട് നീ ട്രഷർ ഹണ്ടിലൊന്നും പങ്കെടുക്കാൻ നിൽക്കണ്ട, നീ വളരെ മോശമാണ് അതിൽ. അപ്പോൾ അവൾ പറയും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാക്മിയും പറയും ഞാൻ നമ്പർ 1 ഫ്ലാഗ് നിനക്ക് വേണ്ടി കൊണ്ടുതരും, എല്ലാം ഞാൻ നിനക്ക് വേണ്ടി കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ സോപ്പിടും. പിന്നത്തെ സീനിൽ കാണാം നമ്മുടെ പാക്മിനുണ്ടല്ലോ ആരോ പാക്മിനെ ഇടിച്ച് പപ്പടാക്കിയിട്ട് അവൻ്റെ ഫ്ലാഗ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാക്മിന് 5ാമത്തെ ഫ്ലാഗും എനിക്ക് 4ാമത്തെ ഫ്ലാഗും സുമിന് ജങ്സുവിന് 1ാമത്തെ ഫ്ലാഗും കിട്ടും. നമ്മുടെ ജങ്സു നമ്മുടെ ജീവനെ കൊണ്ടുപോയി ഒളിപ്പിച്ചൊരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മുടെ സുന്ദരിപ്പെണ്ണ് പറയുന്നത് അങ്ങനെ കേൾക്കാണ്. അപ്പോൾ സുന്ദരിപ്പെണ്ണ് ഫസ്റ്റ് ഫ്ലാഗ് ഒളിപ്പിച്ച് വെച്ചത് വെള്ളത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ ജങ്സു ഇങ്ങനെ പറയും ഓഫ് നമുക്ക് പാക്മിനെ കൊണ്ട് എടുപ്പിക്കാം, ആരെങ്കിലും കൂടെ ഹെൽപ്പ് ചെയ്യാം, അല്ലാണ്ട് ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള നമ്മളൊന്നും ചെയ്യാൻ പോണ്ട, നമുക്കൊരു കാര്യം സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകണം. പിന്നെ കാണാൻ നമ്മുടെ ജീവവും ഇങ്ങനെ നടന്നു വരാണ്. അപ്പോൾ അവൾ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെയാണ് ജങ്സു എൻ്റെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയത്. അപ്പോഴാണ് നമ്മുടെ യോജി ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ 2 പേരും ഇങ്ങനെ ചിരിക്കും. നമ്മുടെ യൂജി ചോദിക്കും നിങ്ങൾക്ക് നമ്പർ 1 ഫ്ലാഗ് കിട്ടിയെന്ന് നോക്കും. അപ്പോൾ അവൾ പറയും ഇല്ല എനിക്ക് കിട്ടിയില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കും. അപ്പോൾ പറയും ഓഫ് കോഴ്സ് ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ അവൾ അതിനല്ല ഞാൻ പറയണ കേൾക്കെന്ന് പറയും. ഞാൻ എന്നോടൊരു കാര്യം ഹോണസ്റ്റായിട്ട് പറയട്ടെ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്നെ സ്ട്രേഞ്ചറായിട്ട് കാണേ അല്ലെങ്കിൽ എന്നെ വെറുക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത്. എനിക്കറിയാം നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നു, പക്ഷേ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്കറിയാം ഫ്യൂച്ചറിൽ നീ ചെയർമാൻ ആവാൻ പോവാണ് നമ്മുടെ കമ്പനിയുടെ. വരെ നീ എത്തിയത് നീ നിൻ്റെ മനസ്സിന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ഭാവിയെ ദോഷം ചെയ്യണ ഒരു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യരുത്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് നിന്നോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു ടേംസിൽ നിൽക്കാം. നമ്മുടെ ജീവൻ അവനെ കൈ കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഷർട്ടിൻ്റെ സിബ് ഇങ്ങനെ ഊരിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും നിൻ്റെ അച്ഛൻ നിനക്ക് അലവൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലവ് ഷേപ്പ് നിനക്ക് വരച്ച് തരാറില്ലേ. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് അത് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവൾക്കത് കാണുമ്പോൾ അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അവനിങ്ങനെ പറയും നിൻ്റെ അച്ഛൻ്റെ ഗിഫ്റ്റാണത്. എന്നിട്ട് അവൻ പറയും അതുകൊണ്ട് തന്നെ നിനക്ക് എന്നെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അവൾ പറയും അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അത് ഒരിക്കലും സ്പെൻഡ് ചെയ്യണ്ട എൻ്റെ അച്ഛൻ്റെ അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ യൂസ് ചെയ്യണ്ട, പക്ഷേ എനിക്ക് അവനോട് സംസാരിച്ചാൽ മതി. എന്നിട്ട് അവൾ ചോദിക്കും നിൻ്റെ ഈ സെക്കൻഡ് ലൈഫിൽ ഞാൻ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തരണോ. എന്നിട്ട് അവൾ പറയും എനിക്ക് എൻ്റെ ഈ ലൈഫിൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, അതും ഞാൻ എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ
ഉണ്ടാക്കിയെടുക്കുന്ന ജീവിതം. പിന്നെ അടുത്ത സീനിൽ നമ്മുടെ ജങ്സു അങ്ങനെ വരുവാണ്. അപ്പോൾ നമ്മുടെ പാക്മിൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ നല്ല ബാക്ക് പെയിൻ ഉണ്ട്. ഏതോ ഒരു നല്ല ഗുണ്ടപ്പനാണ് അവൻ ഇടിച്ചിട്ടിട്ട് ഫ്ലാഗ് കൊണ്ടുപോയത്. അപ്പോൾ ജങ്സു എന്ത് ചെയ്യും, എന്ത് കള്ളിയാന്ന് നോക്കണേ, അവളിങ്ങനെ ഒരു മുള്ളിൻ്റെ ഇത് കാണുന്നുണ്ട്, മുള്ളിൻ്റെ ചെടി. എന്നിട്ട് ഈ കള്ളി എന്ത് ചെയ്യുന്ന അറിയാം, അതുകൊണ്ട് അവളുടെ കൈ ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ഓളിടും. അപ്പോൾ പാക്മിൻ ഓടി വന്നിട്ട് എന്താ മോളെ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവൾ പറയാം, എൻ്റെ കൈ മുറിഞ്ഞു, ഇനി എങ്ങനെ ഞാൻ വെള്ളത്തിൽ പോയിട്ട് എടുക്കും, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? അടുത്ത സീനിൽ കാണാൻ നമ്മുടെ ജീവൻ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കണം. അവളിങ്ങനെ പതുക്കെ ഇറങ്ങുന്നുമുണ്ട്. പിന്നെ അടുത്ത ഇതിൽ ക്യാമ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ വെള്ളത്തിൽ കുറേ പായലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിലേക്ക് ആരും ഇറങ്ങണ്ടെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ യൂജി എന്ത് ചെയ്യും, ഓടിപ്പോവും. അപ്പോഴേക്ക് നമ്മുടെ ജീവൻ ഓൾറെഡി ഇറങ്ങിയിട്ട് അവൾ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവും, അവൾക്ക് അപകടം പറ്റും. അപ്പോഴുണ്ട് നമ്മുടെ യൂജി ഓടി വന്ന് നമ്മുടെ പെണ്ണിനെ അങ്ങോട്ട് രക്ഷപ്പെടുത്തൂലേ. അവൾ ഒരുപാട് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അവളുടെ ഇങ്ങനെ മുഖത്ത് പിടിച്ചിട്ട്, അപ്പം മുൻപ് അവളിങ്ങനെ ചോദിക്കട്ടല്ലേ നിനക്ക് എന്താ നിൻ്റെ സെക്കൻഡ് ലൈഫിൽ വേണ്ടതെന്ന്. എന്നിട്ട് അവനിങ്ങനെ പറയും, എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചിട്ട് അവനിങ്ങനെ പാസ്റ്റ് ഇങ്ങനെ അലയ്ക്കും. ഒരു പാർക്കിലിരുന്ന് നമ്മുടെ ജീവൻ ഇങ്ങനെ ഇവനോട് പറയുന്നുണ്ടല്ലോ, എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു മണ്ണാണ് എനിക്ക് വേണ്ടത്, ഒരു ഗ്രിപ്പാണ് എനിക്ക് വേണ്ടത് അങ്ങനെ. അപ്പോൾ അവൻ പറയും, എനിക്ക് എന്താ വേണ്ടത്, നിനക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മണ്ണായി മാറണം എന്ന് വെച്ചാൽ അവളുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാറണം. അടിപൊളി സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ഇല്ലാണ്ട് എനിക്കൊന്നും തന്നെ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാര്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.